ഹായ് ഗെയ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ ഒരു അതിഥിയെ പരിചയപ്പെടുത്താനാണ് വന്നത് കേട്ടോ. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു അതിഥിയാണിത് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ വാങ്ങി കഴിക്കും, എന്നിട്ട് നല്ല പോലെ വാലാട്ടും. ഞാൻ പക്ഷേ ഇങ്ങനെ പൂച്ചകൾ വാലാട്ടുന്നത് കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ പട്ടികളൊക്കെ ഇങ്ങനെ വാലാട്ടി കാണിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ടുക്കടു ടുക്കടു നോക്കിക്കോണേ ഗൈസ്, നല്ല രീതിയിൽ വാലാട്ടും. സാധാരണ നമ്മൾ കാണുമ്പോഴേ പട്ടികളാണല്ലോ ഇങ്ങനെ വാലാട്ടി കാണിക്കുന്നത്. ഒരു പൂച്ച ആദ്യമായിട്ട് ഇങ്ങനെ വാലാട്ടി കാണിക്കുന്നത് ഞാൻ ആദ്യത്തെ സംഭവമാണ് കാണുന്നത് കേട്ടോ. അതായത് ഇത് ഇവിടെ അടുത്തുള്ളൊരു പൂച്ചയാണ് കേട്ടോ. അപ്പം അതിങ്ങനെ ഇവിടെയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ആഹാരമൊക്കെ അതിന് കഴിക്കാൻ കൊടുക്കും. അപ്പം അതുകൊണ്ട് അത് ഞങ്ങളെ നോക്കി ഇങ്ങനെ വാലാട്ടി കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് എന്തോ ഒരു അടുപ്പം കാണിക്കുന്നുണ്ട് പൂച്ച കേട്ടോ. അതായത് ഇത് ആ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. അതായത് അത് ഇടയ്ക്കിടയ്ക്ക് ആ വഴിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ അത് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇതിന് ആഹാരമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഞങ്ങളെ കണ്ടിങ്ങനെ വാലൊക്കെ ആട്ടി കാണിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിത് ആദ്യത്തെ ഒരു അനുഭവമാണ്, ഇങ്ങനെ പൂച്ച ഇങ്ങനെ നമ്മളെ നോക്കി വാലാട്ടി കാണിക്കുന്നത്. അപ്പോഴേ ഞങ്ങളെ ഒരു മീനിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളെ. അപ്പോഴേ ഇനി അതിന് ഞങ്ങളെ എന്തെങ്കിലും മീനോ ചോറോ ഇനി ഇട്ട് കൊടുക്കണമെന്നുണ്ട്. ഇപ്പം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പം ഈ പൂച്ചയ്ക്ക് ഞങ്ങളൊരു ഓമന പേരൊക്കെ ഇട്ട് കേട്ടോ. അവരുടെ വീട്ടുകാർ ഇതിന് ആഹാരം കൊടുക്കുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. അതായത് ഇതിങ്ങനെ വഴിയിലൂടെയൊക്കെ പല വീടുകളിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ടാണ് അതിങ്ങനെ ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ഞങ്ങളിങ്ങനെ ആഹാരമൊക്കെ കൊടുത്തു. അതിന് ശേഷമാണ് അതിങ്ങനെ ഞങ്ങളടുത്ത് ഇച്ചിരി അടുപ്പമൊക്കെ കാണിക്കുന്നത്. കണ്ട അതിനെ അടുത്തോട്ട് ഞാൻ കാണിക്കാം. കണ്ട നമ്മുടെ അടുത്ത് അത്ര അടുപ്പം കാണിക്കുന്നു. ടുക്കടു ടുക്കടു ടുക്കടു. കണ്ട ഗൈസ്, ഇത്ര അടുത്തോട്ട് ക്യാമറ കൊണ്ടുവന്നിട്ടും ഒരു ഭയവും ഇല്ലാതെ അത് നിൽക്കുന്ന കണ്ടോ ഗൈസ്. അപ്പോഴ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഞാൻ. ഈ പൂച്ചേനെ എല്ലാവർക്കും ഇഷ്ടമായ. അപ്പം നിങ്ങളെ ഞാൻ നേരത്തെ വേറെ 2 പൂച്ചകളെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേറെ പൂച്ചകളും വരാറുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പൂച്ചയാണ് കേട്ടോ ഇത്. ഒരു പൂച്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആളെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നല്ല പോലെ വാലാട്ടി കാണിക്കും. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ ആട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഥവാ അത് എഴുന്നേറ്റ് വരുമ്പോഴാണ് നല്ല രീതിയിൽ വാലാട്ടി കാണിക്കുന്നത്. ടുക്കുടു ബാ 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 ബാ. വേണ്ടേ എൻ്റെ അടിക്കുന്ന വേറൊരു കക്ഷി ഇറങ്ങി വരുന്നുണ്ടോ? വേറൊരു കക്ഷി. ചിലപ്പോൾ അവർ തമ്മിൽ സംഘട്ടനങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ആ മറ്റേ ക്യാറ്റിനെ ഒന്ന് അതിനകത്തുനിന്ന് മാറ്റട്ടെ ഗൈസ്. ചിലപ്പോൾ അവർ തമ്മിൽ ഭയങ്കര സംഘട്ടനങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് ഈ പൂച്ചകളുടെ സംഘട്ടനം ഇഷ്ടമല്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ അവളെ ഒതുക്കി മാറ്റി അവിടെ നിർത്തി. പക്ഷേ ഈ ഇരിക്കുന്ന വെള്ളപ്പൂച്ച ഉണ്ടല്ലോ, അത് അങ്ങനെ മാറി ഒതുങ്ങിയൊക്കെ അങ്ങ് പോകുന്ന ഒരു ടൈപ്പ് പൂച്ചയാണ് കേട്ടോ. ഇപ്പം മറ്റേ കക്ഷി അവിടെ ഇരുന്ന് കേട്ടോ.
മറ്റേ കക്ഷി അവിടെ ഇരുന്നു. അതിനും ഞാൻ ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് അവിടെ നിന്ന് ചാടി ഇറങ്ങി വന്നത്. അപ്പോൾ കണ്ടോ, അതാ വരുന്ന കണ്ടോ ഗൈസ്, കണ്ടോ കണ്ടോ വാലാട്ടി കാണിക്കുന്നുണ്ടോ? വാലാട്ടുന്ന പൂച്ച, വാലാട്ടുന്ന പൂച്ചയെ, വാലാട്ടുന്ന പൂച്ച. എല്ലാവരും കണ്ടോ ഗേസ്? സാധാരണ നമ്മൾ പറയും പട്ടികൾ ആഹാരം കൊടുത്താൽ വാലാട്ടി കാണിക്കും എന്ന് പറയും. പക്ഷേ ഈ പൂച്ചയും വാലാട്ടി കാണിക്കും. പട്ടികൾ മാത്രമല്ല ഗേസ്, പൂച്ചകളും വാലാട്ടി കാണിക്കും. കണ്ടോ, ഇപ്പോൾ ആശാൻ ഇവിടെ അങ്ങ് കിടക്കുന്നു. ഇനി ഇപ്പോഴൊന്നും പോകുന്നില്ല. ഓക്കെ ഗൈസ്, കണ്ടോ ഗൈസ്, ഇവിടെ തന്നെ കിടക്കുന്ന കണ്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് കിടന്നു. ഇപ്പോൾ വന്നിട്ടൊരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴും ഞങ്ങളൊരു മത്തിയിട്ട് കൊടുത്തു. അത് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മത്തിയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇങ്ങനെ കഴുകിയിട്ടാണ് കൊടുത്തത്. അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ് അത് കഴിക്കാനായിട്ട്. അപ്പോഴെന്തോ ഇത് അത് അവിടെ എല്ലാം കൊണ്ട് നടന്നു. പിന്നെ അത് പതുക്കെ തിന്ന് തീർത്തു. അപ്പോഴാണ് ഞാൻ ഉടനെ പോയി ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോഴും അത് കഴിച്ചിട്ട് ഇവിടെ ഇരുന്നു. പിന്നെ ഇത് ചോറ് കഴിക്കും കേട്ടോ. ചോറൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോറിട്ട് കൊടുത്തപ്പോൾ ചോറ് കഴിച്ചായിരുന്നു. മീൻ കറിയും ചോറും ഒക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഈ പൂച്ചയ്ക്ക് മാത്രമല്ല, വേറെ 3-4 പൂച്ചകളൊക്കെ വരും. അതിനൊക്കെ ഞങ്ങൾ ആഹാരം കൊടുത്തിട്ടുണ്ട്. അതിലാണ് തോടെ നിൽക്കുന്ന വേറൊരു കക്ഷി. ആ കക്ഷി ഈ ഷെഡിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കാറുണ്ട് ഗൈസ്. അപ്പം ഈ കക്ഷി വന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആ കക്ഷി ഉണ്ടല്ലോ, ഈ റൂമിനകത്തിരുന്ന്, ഈ വെയിറ്റ് ഷെഡിനകത്തിരുന്ന് ആ ഡോറിൽ കൂടി എത്തി നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവൾ പമ്മി വന്ന് മാറി വന്ന് അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ദാണ്ട് ഈ കക്ഷി അവിടെ ഇരുന്നു ഗൈസ്. പക്ഷേ ഈ കക്ഷിക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഗൈസ്. കണ്ടോ, ഞാൻ പണ്ടത്തെ ഫിലിം സ്റ്റാർ ആയിരുന്നു എന്നാണ് ഈ കക്ഷിയുടെ അഭിപ്രായം. എനിക്ക് വീഡിയോ എടുക്കുന്നതിനൊന്നും യാതൊരു പേടിയൊന്നുമില്ല എന്നാണ് അഭിപ്രായം. വേണമെങ്കിൽ ഞാൻ സീരിയലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോകാൻ തയ്യാറാണ് എന്നാണ് ഈ കക്ഷിയുടെ അഭിപ്രായം. ഓക്കെ, ഈ കക്ഷിയുടെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ.